ഹായ് ഗൈസ്, ഇന്നത്തെ പരിപാടി എന്നിട്ടാന്ന് അറിയോ? നാളെ അമ്മു നാട്ടിലേക്ക് പോവാ. അമ്മു നാളെ ഈവനിങ് 4 മണിയാകുമ്പോൾ ട്രെയിൻ കയറും. ചാപ്പയെന്നാണ് ട്രെയിൻ. ചാപ്പ ടു കൊല്ലം. അമ്മു അങ്ങനെ പോവാണ് ഗൈസ്. ഞങ്ങൾ ഒറ്റയ്ക്കായിന്ന് വിചാരിക്കണ്ട. കാരണം എന്താണെന്നറിയോ, ഞങ്ങൾ ഈ ഛത്തീസ്ഗഡ് മല്ലൂസ്മാനുള്ള ചാനൽ തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇവിടെ നമ്മളെന്നും സ്ഥിരമായിട്ട് ഛത്തീസ്ഗഡിൽ തന്നെ ആയിരിക്കില്ല. അപ്പോൾ ഈ പേര് ഞങ്ങൾക്ക് ഒരു ബാധ്യതയാവും ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലേക്ക് ഇനി പോവുകയാണെങ്കിൽ ഛത്തീസ്ഗഡ് മല്ലൂസ്ന്നുള്ള പേര് അത് ഇതാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. പിന്നെ നമ്മളൊരു തൊര മൂത്തിട്ട് ഇട്ടത്, ഇതിനെ കുറിച്ചിട്ട് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ. അപ്പം അങ്ങോട്ട് പെട്ടെന്നൊരു പേരിടാണെന്ന് തോന്നി, അപ്പം അങ്ങനെ ഇട്ടതാ. അപ്പം നമ്മുടെ ഭാഗ്യം കൊണ്ടെന്ന് പറയട്ടെ, ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അതിനുള്ള സാഹചര്യം ഒത്തു വന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് ട്രാൻസ്ഫറായി കേസ്. ഞങ്ങൾക്ക് മധ്യപ്രദേശിൽ ജബൽപൂരിൽ ഏതോ സ്ഥലം ഞാൻ മറന്നു, അദർത്താൾ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫറായി. അപ്പം ഞങ്ങളും പോവാണ്. അമ്മു നാളെ പോവാണ്. ഞങ്ങൾക്ക് ബുട്ടൂന് എക്സാം ഉണ്ട്. ബുട്ടൂന് എക്സാം 22 വരെ എക്സാം. 26-നാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തുള്ളത്. എന്തായാലും ഞങ്ങൾ 26-ന് നാട്ടിലേക്ക് വരേണ്ടതാണ്. പിന്നെ ബാക്കിയൊന്നും തീരുമാനമായിട്ടില്ല. ഇനി ജബൽപൂർ പോവോ, ഇനി അഡ്മിഷൻ്റെ കാര്യമൊക്കെ ആയിട്ട് ചിലപ്പോൾ ഒരു വർഷമൊക്കെ ഗ്യാപ്പ് എടുക്കുകയായിരിക്കും ഇനി പോവാൻ. അപ്പോൾ ഞങ്ങളങ്ങനെ യാത്ര പറയാണ്. ഞാൻ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടൊരു 26 വരെയുള്ള വീഡിയോസ് അവസാനത്തിൻ്റെ മുക്കുമൂലയും ഛത്തീസ്ഗഡിൽ ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ മുക്കുമൂലയൊക്കെ ഞങ്ങൾ എന്തായാലും ഇടുന്നതായിരിക്കും. കുറച്ചൊക്കെ വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അമ്മൂൻ്റെ കൂടെയുള്ള വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് ഒരുപാട് സന്തോഷത്തോടെ എന്നല്ല ഞങ്ങളിപ്പോൾ പറയണത്. നമ്മൾ പോണേൻ്റെ ഒരു സങ്കടമുണ്ട്. ഞങ്ങൾ ഒറ്റയ്ക്കാക്കിയിട്ട് അമ്മ പോവാണ് അങ്ങനെ. അപ്പോൾ ഞങ്ങളുടെ ഒരു ദിവസത്തെ ഇവരുടെ പാക്കിംഗ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാട്ടിത്തരാൻ പറ്റും. ഞങ്ങളുടെ ഒരു ദിവസത്തെ ഇതൊക്കെ എങ്ങനെയാണെന്ന് കാട്ടിത്തരാം. ഇതാണ് അമ്മൂൻ്റെ റൂം. അമ്മക്ക് പോണത് പ്രമാണിച്ചിട്ട് ഇവിടെയൊക്കെ കാലിയാവാണെങ്കിൽ അമ്മ തിരിച്ചു വരുന്ന പറയണം. അമ്മൂന് തിരിച്ചു വരില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോണത്. അമ്മൂടെ സാധനങ്ങളൊക്കെ പെട്ടിയൊക്കെ റെഡി ആയിട്ടിരിക്കുക. എല്ലാ സാധനങ്ങളും കൊണ്ട് പോവാണ്. ഇത് എനിക്കുള്ള അമ്മൂൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റാണ്. അമ്മൂക്ക് സർപ്രൈസായിട്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ശിവരാത്രിയുടെ അന്ന് ഇവിടെ ഞങ്ങൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഞങ്ങൾ മേക്കപ്പ് റൂമാണിത്, ഞങ്ങൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ എൻ്റെ ബുട്ടുമോൻ അവൻ്റെ അലമാര തുറന്ന് ഒരു പൊതി ഇരിക്കൽ കണ്ട് അതവൻ തുറന്ന് സർപ്രൈസ് വെച്ചിട്ടുണ്ടായിരുന്നതാ. പോകുമ്പോൾ ഇന്നാണ്ട് സർപ്രൈസ് വരാൻ വെച്ചിട്ടുണ്ടായിരുന്നതാ. പോകുമ്പോൾ അവൻ പോയിട്ട് അത് തുറന്ന് പൊളിച്ച് മമ്മ ഇതെന്തിട്ടാന്ന് പറഞ്ഞ് കാട്ടി തന്നു. ഇത് അമ്മു എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിയ ഗിഫ്റ്റ്. അമ്മൂന് വിഷമമായി, കണ്ണൊക്കെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആനന്ദാശ്രു അമ്മൂന്റെ കണ്ണിന്ന് അശ്രു ഒഴുകു. അപ്പൊ ഇതെനിക്ക് അമ്മു തന്നുള്ള ഗിഫ്റ്റാണ്. ഇത് പോയിട്ട് പരീക്ഷിക്കണം വീട്ടിൽ പോയിട്ട്. ഞങ്ങള് കുറച്ച് ചെയ്ത് നോക്കി, വലിയ പിടുത്തൊന്നുമില്ല. എന്നാലും അമ്മേരൊക്കെ മുടിയൊക്കെ ഒന്ന് പോയിട്ട് ടെസ്റ്റ് ചെയ്യണം. അപ്പോ കരിഞ്ഞാലും വലിയ പ്രശ്നമില്ല. പിന്നെ ഇത് അമ്മ വേറൊരു ഗിഫ്റ്റും കൂടി തന്നിട്ടുണ്ട്. അമ്മ കുറേ ഗിഫ്റ്റ് എനിക്ക് തന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ പിന്നെ എൻ്റെ ബർത്ത്ഡേ ആകുമ്പോൾ ഞാൻ സർപ്രൈസ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് ഞാൻ ഇടുള്ളൂ. ഇത് അമ്മ തന്ന ഗിഫ്റ്റാണ്. ഒരു തുറക്കണ്ട അത് അമ്മ പറഞ്ഞിട്ടുണ്ട്. കാരണം ഞങ്ങൾ ബർത്ത്ഡേയുടെ ഒരു വ്ളോഗ് ഇടുന്നുണ്ട്. പിന്നെ അമ്മ എനിക്കൊരു ടീഷർട്ട് എടുത്ത് തന്നിട്ടുണ്ട്. പിന്നെ അമ്മ എനിക്ക് ഇന്നലെ സർപ്രൈസ് ആയിട്ട്, എൻ്റെ ബർത്ത്ഡേ മാർച്ച് 31 കേട്ടോ. പക്ഷെ ഇവിടെ ഇന്നലെ വന്നിട്ട് ഞാൻ എൻ്റെ 30ാമത്തെ പിറന്നാളിന് വരുന്നത്. ഇവിടെ നേരത്തോട് കൂടിയിട്ട് എൻ്റെ 30ലേക്ക് ആക്കി. ഞാൻ ഇപ്പോൾ 29 കുറച്ച് ദിവസം കൂടി ഞാൻ ആഘോഷിക്കട്ടെ. ഞാൻ ഇവിടെ നേരത്തോടും കാലത്തോടും കൂടി ഇന്നലെ വന്നിട്ട് എൻ്റെ 30 മുറിച്ചു. ഇനി എനിക്ക് 29 എനിക്ക് ആഘോഷിക്കാൻ സമയമില്ല. ഞാൻ കാട്ടിത്തരാം. ഇതാ അതിസുന്ദരിയായി വന്നിരിക്കുന്ന അമ്മൂൻ്റെ അമ്മ. പൗഡറൊക്കെ ഇരിക്കുന്നുണ്ട്. നാട്ടിലേക്ക് പോണതിൻ്റെ തിരക്കിലാണ്. ഇവർക്ക് നാളെ പോകാൻ സാധനങ്ങളൊക്കെ ഒരുക്കണം. നമുക്ക് അടുക്കളയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അടുക്കളയുടെ കോലൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. എന്നിട്ട് കണ്ടിത്തരാം. അടുക്കളയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്തേലും കുറച്ച് മുന്നേ നമ്മൾ വീഡിയോ എടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായില്ല. പ്രത്യേകിച്ച് ഒന്നുമില്ല. അടുക്കളൊക്കെ കാലിയായി. ഈ സാധനങ്ങളൊക്കെ ഉള്ളു. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനി ഇവർ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ട്രെയിനിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതൊന്നും ഇപ്പോൾ ഉണ്ടാക്കി തുടങ്ങിയിട്ടില്ല. നാളെ ഈവനിങ് അല്ലേ, അതൊരു സമയമുണ്ട്. അപ്പം ഞാൻ അമ്മൂൻ്റെ ആഗ്രഹം എന്താ പറയുക, മാർച്ച് 13-14 ഗോളി. അത്
ഹോളി മാർച്ച് 15 ഹോളി. അപ്പൊ അമ്മൂന് ഹോളി നമ്മുടെ കലണ്ടറിൽ 15, അപ്പൊ ഇവിടെ മിക്കവാറും 14, 13 അങ്ങനായിട്ടായിരിക്കും ഹോളി. അപ്പൊ അമ്മൂന് ഭയങ്കര ആഗ്രഹമുണ്ട് ഹോളി ആഘോഷിക്കുന്നത്. നമ്മളിന്ന് പ്രീ ഹോളി പോണേന് മുന്നേ ഞങ്ങൾ ആഘോഷിക്കണതാണ്. അങ്ങനെ അമ്മൂന്റെ അമ്മയ്ക്ക് എന്തോ പറയാനുണ്ട്. ഞങ്ങൾ പോണത് പ്രമാണിച്ച് എന്താ പറയാനുള്ളത്? ഞങ്ങള് എല്ലാ മുഖത്തുകളും മാത്രമായി പറഞ്ഞു നടക്കാറുണ്ട്. കുറച്ച് ദിവസമായിട്ട് പറഞ്ഞു നടക്കാറുണ്ട്. അപ്പൊ ഇനി ഞങ്ങൾ വിശേഷങ്ങൾ ഇനി ഇവിടെ പ്രത്യേകിച്ച് കറങ്ങാൻ ഞങ്ങൾക്ക് ഒരു ഏരിയ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ആലോചിച്ചു ഇനി എന്ത് ഇവിടെ ഈ കൃഷിപ്പാടവും ഈ പ്ലാന്റും ഇത് മാത്രം തന്നെ ഉള്ളു, പ്രത്യേകിച്ച് ഇവിടെ കാണിക്കൊന്നുമില്ല. അപ്പൊ ഞങ്ങൾ ആലോചിച്ചിരിക്കുകയാണ് ഇനി നാട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ്. പിന്നെ ഞങ്ങൾ ആലോചിച്ച പോലെ തന്നെ ഈ മനസ്സിലേക്ക് ഒറ്റയടിക്ക് അങ്ങോട്ട് നോക്കും. പിന്നെ ഞങ്ങൾ കേരള ഓൾ കേരള ഒരു ട്രിപ്പാണ്. ഇതേപോലെ ഒരുപാട് വീഡിയോ കഴിഞ്ഞ് ഞങ്ങൾ ശല്യം ചെയ്യാൻ വരും. പ്രത്യേകിച്ച് കാണാൻ ആൾക്കാരൊന്നുമില്ല, ആകെ 4-5 പേരുണ്ട് കാണാൻ. എന്നാലും ഈ കാണുന്നവർക്ക് കുറച്ച് പേര് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ വീഡിയോസൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ വീഡിയോ ഇടുന്നില്ലേ എന്ന് ചോദിക്കിട്ട് ഒരാളെങ്കിൽ ഒരാൾ കാണണ്ടല്ലോ എന്നുള്ളൊരു സമാധാനമാണ്. പിന്നെ കുറേ വിശേഷങ്ങളൊക്കെ പോണേ ഇനി എന്നിട്ട് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല. ഇനി ഞങ്ങള് ഇത് അമ്മൂന്റെ അച്ഛൻ്റെ ഒക്കെ റൂമാണ്. ഇത് ബാൽക്കണി. ഇതൊക്കെ ഇവർ പോണത് പ്രമാണിച്ചൊക്കെ ഫുള്ള് അലക്കിയിട്ടിരിക്കുകയാണ്. ഇവിടെ പാടത്തുനിന്ന് അവിടെ നിന്ന് എവിടെ നിന്നാണ്ട് പറിച്ചു കൊണ്ട് വന്നതാണ് അമ്മൂൻ്റെ അമ്മ ഞങ്ങൾ വന്ന സമയത്ത്. കണ്ട ഇതിന്നൊരു ഇത് ഞങ്ങളുടെ റൂമിൻ്റെ അവിടേക്കൊന്ന് വെക്കാൻ ചോദിച്ചപ്പോൾ തന്നില്ല. ഇപ്പൊ കണ്ട ആർക്കും ഉപകാരമില്ലാണ്ടത് പോയി. കറ്റാർവാഴിയുണ്ട്. ഇത് ഞാൻ കൊടുത്ത പച്ചമുളകാണ്. കണ്ട ഐശ്വര്യമുള്ള കയ്യാ. എത്ര പച്ചമുളക് ഉണ്ടായിട്ട് നിൽക്കണേ നോക്ക്. ഇതാണ് ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ. ഇതേ നമ്മൾ പോയ കുളവും പാടവും ഇതൊക്കെയാണ് ഈ കാണുന്നത്. ഇതൊന്നും കാണാൻ പറ്റില്ലല്ലോ. ഇവിടെ ഞങ്ങൾ വന്ന സമയത്ത് ഇതിന്റെ ബിൽഡിംഗ് പണി നടന്നു. നല്ല ഒരുപാട് ഓർമ്മകളുള്ള സ്ഥലമാണ് ഇവിടെ. കാരണം കുറെ പണിക്കാരുണ്ടായിരുന്നു ഇവിടെ ഞങ്ങൾക്ക് വായ നോക്കാൻ വേണ്ടിട്ട്. അതെ, കാര്യമായിട്ട് വായോ അങ്ങോട്ട് വായോ പറയേണ്ടവരൊക്കെ മുന്നിക്ക് വരേണ്ടതാണ്. പിന്നിലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞോ, ഞാൻ നിർത്തി. കുറച്ച് നാണം കൂടുതലാ. പറയും ചിരി മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നു. ചിരി മാത്രമുള്ള നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഇതുവരെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു, അടിച്ചു പൊളിച്ചു. എപ്പോഴാണ് അടിച്ചു പിരിയാൻ പോണത്? ഇനി ഒരിക്കലും കിട്ടത്തില്ലയോ? ആര് പറഞ്ഞു? ഇതൊക്കെ കിട്ടൂട്ടാ. ഇല്ല, ഇവിടത്തെ കിട്ടില്ല. നമ്മുടെ നാട്ടില് എന്നാലും ഇത്ര ആത്മാർത്ഥമുള്ള ആരുമില്ല. എല്ലാരും ഓരോരോ കാര്യം മാത്രം നോക്കുന്നവരാണ്. അവരവരുടെ കാര്യം മാത്രം നോക്കണ ഈ കാലത്ത് ഇതേപോലെയുള്ള സൗഹൃദങ്ങളൊക്കെ വിരളമാണ്. ഞാൻ കട്ടില്ല. പറയും അഭിപ്രായം പറയും. ഞാൻ എന്നെ കുറിച്ചൊരു വാക്ക് പറ, എന്തേലും പറയും. എനിക്ക് ജനിക്കാതെ പോയ മോളാന്ന് പറയാം. ജനിക്കാണ്ട് പോയി എന്നാലും എന്റെ മോളും കൊച്ചുമക്കളും ഇല്ലാത്ത കുറവ് ഞങ്ങൾ നികത്തിയിട്ടുണ്ട്. ഞങ്ങൾ നല്ല ശല്യം ചെയ്യലായിരുന്നു. സത്യം പറഞ്ഞ ചോറുടലും കെടുപ്പും ഒക്കെ ഇവിടെ തന്നെയായിരുന്നു. ഇവരുള്ള കാര്യം ഞങ്ങൾക്ക് വലിയ വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. വന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഏപ്രിൽ 11 ഒരേ ട്രെയിനിൽ ഞങ്ങൾ ഉണ്ടായിരുന്നു. നമുക്ക് ഏകദേശം ഞങ്ങൾ ഇവരുണ്ടെന്ന് വിചാരിച്ചിട്ടൊന്നല്ല. ഞങ്ങള് ഒറ്റയ്ക്ക് ടിക്കറ്റ് എടുത്ത് വന്നതാ. ഞാനും പിള്ളേരും മാത്രം കൂടി വന്നതാ. പക്ഷെ അവിടെ വെച്ച് ട്രെയിനിൽ വെച്ച് കണ്ടുമുട്ടിയതാണ് വരെ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കൂടി ശല്യം ചെയ്യാൻ വേണ്ടി മാത്രം ചിലവര്. അങ്ങനെയല്ല, ഞങ്ങൾ ഒരുമിച്ച് വന്നു. ഒരുമിച്ചല്ലെങ്കിലും 3-4 കുറച്ച് ഏകദേശം ഒരുമിച്ച് ഞങ്ങളിപ്പോ പോവാണ്. ചിലവരൊക്കെ വരണതൊക്കെ പറഞ്ഞവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളെല്ലാം അവിടെ അടിച്ചു പൊളിച്ച് നടക്കാൻ പോവാണ്. ഞങ്ങൾ എന്തായാലും പുതിയ ഛത്തീസ്ഗഡ് മല്ലോസ് എന്നുള്ള പേര് മാറ്റും. ഞങ്ങൾ നല്ലൊരു പേരിട്ടിട്ട് നമുക്ക് എന്തായാലും പേര് മാറ്റാൻ പോവാ. എത്ര കാലാണ് അപ്പൊ ഇങ്ങനെ പേരിടല്, പേരുള്ള ചടങ്ങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാൻ പറയാൻ പറ്റില്ല. ഇനി വേറെ എവിടെയെങ്കിലും പോകണമെങ്കിൽ അവിടുത്തെ പേരിടും. നമുക്ക് അതിന് സ്ഥിരമായിട്ട് പേരൊന്നുമില്ല. അങ്ങനെ വിശേഷങ്ങൾ പിന്നെ പറയും. ഇവർക്ക് ഉത്സവം ഇവർ ശരിക്കും ഇപ്പൊ പോകേണ്ടതല്ലായിരുന്നു. ഇവരൊരു 25 ഞങ്ങളൊപ്പം പോകേണ്ടതായിരുന്നു. ഇവർക്ക് നാട്ടിലെ ഏതാ ഉത്സവം? മലനാടല്ല, ഏതോ ഒരു അമ്പലം. ആ അമ്പലത്തിലെ ഉത്സവത്തിന് വേണ്ടിയിട്ട് ഇവരിപ്പോ നേരത്തോടു കൂടെ പോണത്. ഇവരാണ് എന്താ അവിടുത്തെ വഴിപാടാ
അത് കഴിഞ്ഞു. കഴിഞ്ഞ ഒന്നുമില്ല, ഇനി ഉത്സവം മാത്രമല്ല അതിന് വേണ്ടിട്ട് ഇവര് പോണത്. ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് ഞാൻ കട്ടയൊന്നുമില്ല. ഞങ്ങൾ ഇപ്പഴാണ് 3-4 ദിവസമായിട്ട് പറഞ്ഞുള്ളൂ ഞങ്ങളുടെ ട്രാൻസ്ഫറിന്റെ കാര്യം ഞങ്ങൾ ഇപ്പഴാ അറിഞ്ഞത്. അല്ലെങ്കിൽ ഇവരെ കൂടെ ഞങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് പോകാറുണ്ട്. ഇപ്പൊ കുട്ടൂന്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞു, പിന്നെ എക്സാം ആണ്. എക്സാം എഴുതിയാലും എഴുതിയില്ലെങ്കിൽ UKG IAS ഒന്നല്ലോ, എഴുതിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ദേ തുന്തപ്പി വന്നു. തുന്തപ്പി ഹായ് പറയ്. ഹായ് പറഞ്ഞു തുന്തപ്പി. ഹായ്. നാണാണ് ഞാൻ കുട്ടിക്ക്, നാണായി. തുന്തപ്പി പറയ്. ഇതാരാ തുന്തു? ഇതാരാ തുന്തു? മിണ്ടില്ല തുന്തു ഇങ്ങനൊരു അക്ഷരം മിണ്ടില്ല. ഇത് ക്യാമറ ഓഫ് ചെയ്തു. ഇതാരാ തിന്നിട്ട് വന്നുള്ളത്? എന്തോ കുരുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ട്. എടി തുന്തു ഇതാരാ മുമ്മ എവിടെ? ഇതാരാ? തന്നെ ഓക്കെ. അങ്ങനെ ഇനി പറയും ഞങ്ങള് പുറത്തൊക്കെ പോവാണ്. ഇന്ന് ഫുള്ള് ഞങ്ങൾ അടിച്ചു പൊളിക്കാം. നാളെ ഇതുവരെ നമ്മളെ ചേച്ചിയുടെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ്, അല്ലു എന്ന പേര്. അപ്പൊ അവളുടെ ഹാപ്പി ബർത്ത്ഡേ ആണ്. അപ്പൊ അത് പ്രമാണിച്ച് നമ്മളിത് പുറത്തിറങ്ങാണ്. കോഫി ഹൗസിൽ പോയിട്ട് അമ്മു ഞങ്ങൾക്ക് TF വാങ്ങിച്ചാലാന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മുവിന്റെ പോണേന്റെ ചെലവ് പിന്നെ എന്ത് പങ്കെടുക്കും? പിന്നെ എന്ത് വാങ്ങിച്ചത് ഞാൻ എന്ത് സ്വീകരിക്കും? കേക്ക് ഞങ്ങള് ഒഴിവാക്കി. കേക്ക് ഒഴിവാക്കി. ഇന്നലെ ഒരു കേക്ക് കഴിച്ചത് ക്ഷീണം മാറിയില്ലേ? എന്നിട്ട് പറയുന്നേ അറിയില്ല. ഇത് കട്ട് ചെയ്തോ? ഞാൻ കട്ട് ചെയ്ത് നാണക്കേടായി. പിച്ചത്തില്ല. ഇനി എന്തായാലും പറയാണ്ടോ നിങ്ങൾക്ക്? പറയാണെങ്കിൽ ഇപ്പൊ പറയണം. നമുക്കൊരു വിരഹഗാനം കൂടെ പാടി അങ്ങനെ അമ്മൂന്റെ അച്ഛനുണ്ട് ഇവിടെ. ആളിപ്പോ അച്ഛൻ വന്നില്ല. അച്ഛൻ ജോലിക്ക് പോയിരിക്കാണ്. അപ്പൊ ബുട്ട് ഇവിടെ എവിടെയോ കിടന്ന് നടക്കുന്നുണ്ട്. അറിയുന്നവര് മാത്രമേ ഈ വീഡിയോ കാണുന്നുള്ളൂ. അറിയാത്തവർക്ക് നമ്മൾ അറിയില്ലല്ലോ. എന്നേലും ചിലർക്ക് റെഡിയാവും, ചിലർക്ക് റെഡിയാവും. മിക്കവാറും നമ്മളെ റെഡിയാവും ഒരു ചാൻസും ഇല്ല. അതാണ് ആരും കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഞങ്ങൾക്ക് ഇപ്പൊ ഒരു സ്റ്റോറേജ് എപ്പോഴെങ്കിലും കുറെ കാലം കഴിയുമ്പോ പിള്ളേർക്കായാലും എടുത്തു നോക്കിയില്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഒക്കെ എടുക്കണ്ടല്ലോ. അങ്ങനെ അതന്നെ ഇങ്ങനെയൊക്കെ 50 വയസ്സായാലും 18-കാരിയുടെ ഇങ്ങനത്തെ ആളുകൾ ഇവിടെ ജീവിച്ചിരുന്നു കുറച്ച് ആളുകൾ അറിയട്ടെ അല്ലേ. ഇപ്പൊ അമ്മൂന്റെ അമ്മയായാലും അമ്മൂന്റെ അമ്മേരെ കൊച്ചുമക്കളായാലും ഒക്കെ എല്ലാവർക്കും കാണാലോ. ഇങ്ങനെ ഈ വീഡിയോ ഒക്കെ കാണാലോ. അല്ലാണ്ട് സേവ് ചെയ്ത് വെച്ച് പെൻഡ്രൈവുകൾ മാറി അല്ലെങ്കിൽ മെമ്മറി കാർഡ് മാറി എവിടെയെങ്കിലും ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ച് ഇതാകുമ്പോ നമുക്ക് എപ്പോ വേണമെങ്കിലും ഞാൻ ഡെലിറ്റ് ഇത് ഓൾറെഡി അവിടെ എടുക്കണ്ടല്ലോ. ഇനി യൂട്യൂബ് അങ്ങനെ വല്ല ബാൻ ചെയ്യാണെന്നുണ്ടെങ്കിൽ പോകുന്നല്ലാണ്ട് എന്തായാലും ഇതിൽ എടുക്കണ്ടോ. ആദ്യമൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര നാണായിരുന്നു. ഓൺ വോയിസ് ഒക്കെ കൊടുക്കാൻ ഭയങ്കര നാണക്കേടായിരുന്നു. അമ്മൂനിപ്പോഴും അറിയില്ല. അമ്മു ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കാണ്. അമ്മൂന്റെ തനി സ്വഭാവം നിങ്ങൾക്ക് അറിയാണ്ടോ. കാണുമ്പോ യുവത്വം തുളുമ്പാണെങ്കിലും 50ാമത്തെ പിറന്നാള് കഴിഞ്ഞിരിക്കുകയാണ്. ഈ വർഷം 51 ആവും. അപ്പൊ നിങ്ങൾ വല്ലാണ്ട് പ്രതീക്ഷിക്കൊന്നും വേണ്ട. കാണുമ്പോ കുറച്ച് സുന്ദരി മണിയായിട്ടിരിക്കുന്നുണ്ട്. അയ്യോ അത് പറയുമ്പോഴേക്ക് ഇത് ചുവന്ന് തൊടുത്തു കണ്ട. എപ്പോഴും തന്നെ ഞാൻ എപ്പോഴും പറയാം. വന്നപ്പോഴും പറഞ്ഞു, പോകുമ്പോഴും പറഞ്ഞു. ഞങ്ങൾക്ക് മാറ്റൊന്നുമില്ല. അമ്മ പറയാം. അമ്മ ഒന്നും മിണ്ടാണ്ടിരിക്കുകയാണ്. അമ്മൂന് എന്തൊക്കെയോ പറയാണ്ട്. എന്തേലും പറ. അമ്മ ബായ് പറഞ്ഞ അവസാനിപ്പിച്ച് വേറൊരാള് വരുന്നുണ്ട്. കാണില്ല. വരൂ ഫ്രണ്ടിലേക്ക് വരൂ. ലോകത്താണ്. ഹായ് ഗുട്ടു പറയാ. ഹായ് ഗൈസ് പറയ്. നമ്മള് പോവാന്ന് പറയ്. നമ്മളെവിടേക്ക് പോണേ? നാട്ടിക്ക് പോവാണ്. അതെ തുന്ത് പറയ്. പോവാന്ന് പറയ്. ടാറ്റ പറഞ്ഞ് തുന്തു. തുന്ത് ഗുട്ടു പറയ്.
കുട്ടീന് ഇവിടെ കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഒറീസക്കാരും ഛത്തീസ്ഗഡുകാരും ഡൽഹിക്കാരും പഞ്ചാബ് ഓൾ ഇന്ത്യ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കുട്ടീന് ഇവിടെ. നോക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. എനിക്കിവിടെ കുറെ കൂട്ടുകാരൊക്കെ ഉണ്ട്, കുറെ ചേച്ചിമാരൊക്കെ ഉണ്ട്. അവരുടെ അടുത്തൊക്കെ പറയണം. ഇവളെന്തോ കണ്ണാടിയാന്ന് വിചാരിച്ചിട്ടാണ് നോക്കണത്. എടി തുന്നു മതി. എത്ര പല്ലുണ്ട് ഈ കാണിച്ചേ? കാട്ടിലെ രാജാവാരാ? ആ, കരയിലെ ഏറ്റവും വലിയ ജീവി ഏതാ? ആരാ കരയിലെ ഏറ്റവും വലിയ ജീവി? തുന്നിന്റെ പേരെന്തുവാ? തുന്നിന്റെ പേര് താന്നാട്ടോ. തുന്നിന്റെ പേര് തനിക്ഷ. പറഞ്ഞേ തുന്നിന്റെ പേരെന്തിട്ടാ? ആനയാ? ആനക്കുട്ടീനത്? ആനക്കുട്ടിയാണത്. അമ്മേനെ ഇഷ്ടം അമ്മൂന് ഇഷ്ടം തുന്തുന്? കണ്ട അമ്മൂന് ഇഷ്ടം. മമ്മേനെ ഇഷ്ടം പപ്പേനെ ഇഷ്ടം? പപ്പേനെ ഇഷ്ടം. മമ്മേനെ ഇഷ്ടം പുട്ടൂന് ഇഷ്ടം? അമ്മയില്ല. ഇനി അമ്മേനെ ഇഷ്ടം അമ്മൂമ്മേനെ ഇഷ്ടം? ഇഷ്ടണ്ട്. പപ്പേനെയാണോ കുട്ടിക്ക് ഇഷ്ടം? കുട്ടിക്ക് ഏറ്റവും ഇഷ്ടം പപ്പേനെയാണ് കേട്ടോ. പപ്പ പപ്പ പപ്പ. കുട്ടി പപ്പേന്റെ ജീവനാണ്. കാരണം എന്താ പറയുക, കുട്ടിക്ക് എപ്പോഴും പപ്പ മിഠായി വാങ്ങിച്ചോണ്ടിരിക്കും അല്ലേ? പപ്പ എന്നിട്ട് വാങ്ങിച്ചരാ? പപ്പ എന്നിട്ട് കുട്ടിക്ക് വാങ്ങിച്ചരാ? അപ്പിയല്ലേ വാങ്ങിച്ചരാ? അങ്ങനെ അപ്പിയല്ലാന്ന്. അപ്പൊ നമ്മളിനി പുറത്തൊക്കെ പോണ വീഡിയോസ് ഒക്കെ കാട്ടിത്തരാം. ബായ് പറ. അവിടെ വല്ലവരും ബായ് പറയുന്നുണ്ടോ നോക്കട്ടെ. സാധാരണ ഇവിടുന്ന് ആൾക്കാരുണ്ടാവാറുണ്ട്, ഞങ്ങളിവിടെ വായി നോക്കാൻ വരാറുണ്ട്. ഇവിടെ 2 ചേട്ടന്മാർ ഇപ്പൊ നിക്കണ്ടായിരുന്നു, പക്ഷെ കാണാൻ ഞങ്ങളിവിടെ സംസാരിക്കുമ്പോഴൊക്കെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും. ഇവര് ഏത് ഭാഷ പറയുന്നത് ഇതുവരെ കേൾക്കാത്തൊരു ഭാഷ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. അവര് കളിയാക്കി ചിരിക്കും. അപ്പൊ ഞങ്ങൾ മലയാളത്തിൽ അതെ ഇവിടെ ദൈവങ്ങള് ഒരു പൂജാമുറി ഉണ്ട്. നമുക്ക് അമ്പലത്തിലൊന്നും പോകേണ്ട ആവശ്യമില്ല. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. എല്ലാവരും ഉണ്ട്. ഇനി ഇവര് കുറച്ചും കൂടി നാളുണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഭാഗം ഒന്നും കാണാൻ പറ്റില്ല എന്നാ. ഇവിടെ ഒക്കെ നിറച്ചേനെ. പിന്നെ ഇവിടെ ഇതൊക്കെ NTPC-ക്കാര് പുതിയതായിട്ട് ഞങ്ങൾ വരുന്ന സമയത്ത് പെയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാട്ടാ. തരാ ഇതൊക്കെ എന്റെ മക്കൾ ചെയ്തു കൊടുത്തുള്ളതാണ് ഇവർക്ക്. ഇതൊക്കെ പറിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇത് അമ്മൂന്റെ ബർത്ത്ഡേക്ക് ഞാൻ അമ്മൂന് കൊടുത്ത ഗിഫ്റ്റ് ആണ്. ഇതൊക്കെ കൊണ്ടുപോവാ അമ്മു. Happy birthday to my special person. Meeting you was the most wonderful thing that has happened to me in life. 11/4/2024 ഞങ്ങൾ ഫസ്റ്റ് ആയിട്ട് കണ്ടുമുട്ടിയതാണ് ട്രെയിനിൽ വെച്ചിട്ട്. ഞങ്ങൾ 1 കൊല്ലാവാൻ പോവാണ് ഞങ്ങൾ കണ്ടുമുട്ടിയിട്ട്. ഏപ്രിൽ 11 1 കൊല്ലാവും. ഞങ്ങൾ നാടും വീടൊക്കെ വിട്ട് വന്നിട്ട് വലിയ ജാടയൊക്കെ കാട്ടിയതാ വീട്ടിൽ. ഇനി തിരിച്ചു വരില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിവിടെ സെറ്റായി. ഇവിടെ സൂപ്പറാണ് ശരിക്കും പറഞ്ഞാൽ. ഇവിടെ സൂപ്പറാണ്, അടിപൊളി സ്ഥലമാണ്. വേറെ നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോയില്ലെങ്കിൽ പച്ചപ്പ് ഹരിതാപ്പൊക്കെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് പച്ചപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇവിടെ നാട്ടിൽ നിൽക്കണ്ട, പുറത്തൊക്കെ നിൽക്കാം. ഡൽഹിയിലൊക്കെ ആണെങ്കിലും നമുക്ക് ഫുള്ള് സിറ്റിയാ. ഒരു മനസ്സിലൊന്നും ഒരു സുഖം ഉണ്ടാവില്ല. കുറെ സ്ഥലത്തൊക്കെ നമുക്ക് കറങ്ങാനുണ്ട്, പക്ഷെ ഇതേപോലെ ഒന്നുമില്ല. ഇത് അമ്മൂന്റെ അച്ഛൻ്റെ അമ്മേനും വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ കൊടുത്ത ഗിഫ്റ്റാണ് ഇത്. ഇത് അമ്മൂന്റെ മീൻ കുഞ്ഞുങ്ങളാണ്. ഇത് മീൻകുട്ടികളാണ്. ഞാൻ പറയാ ഇത് കൊറേ കാലമായിട്ട് ഞങ്ങള് 2 മാസമായി കാണാൻ. ചെടിയോ? ഇത് അമ്മൂന്റെ അമ്മക്ക് അമ്മൂന്റെ അമ്മയ്ക്ക് പെയിന്റ് അടിച്ച് കൊടുത്തതാട്ടെ. എന്റെ കയ്യിൽ നിന്ന് പെയിന്റ് അടിച്ച് മാറ്റി കൊണ്ടുവന്ന് ഇതാക്കിയതാ. പക്ഷെ അമ്മൂന്റെ അമ്മ ഇതിനുള്ളിൽ വെള്ളം നിറച്ചപ്പോ ഫുള്ളും പെയിന്റ് ഇതിൽ വീണിട്ട് പോയി. അതായത് ബുട്ടുവിന്റെ സ്കൂളിൽ നിന്ന് കിട്ടിയ പെയിന്റ് ആയിരുന്നു അത്. അത് കാരണം ആക്രിലിക് പെയിന്റ് ആണെങ്കിൽ ഒരിക്കലും പോയില്ലായിരുന്നു. അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ലോക്കൽ പെയിന്റ് അടിച്ച് മാറ്റിയത്. അങ്ങനെയില്ല. ഇത് അച്ഛന് ഇതിലെന്തോ എഴുതിണ്ടായിരുന്നു. ഐ ലവ് മൈ ഡാഡെന്നോ മോം ഡാഡെന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഒക്കെ പോയി.
ഇതിലൊന്നുമില്ല. ഞാൻ കൊടുത്തിട്ടുണ്ട് അമ്മൂക്ക് 2 കുപ്പി പെയിന്റ് അടിച്ച് തന്നിട്ടുണ്ട്. ഇഷ്ടം പോലെ ലഗേജ് ഉണ്ട്. നമ്മൾ വരുമ്പോ ഒന്നും വാങ്ങണമെന്ന് വിചാരിച്ചു വന്നല്ല, പക്ഷെ പെട്ടെന്ന് ട്രാൻസ്ഫർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മളാണെങ്കിൽ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടി. ടി വി വാങ്ങി, ടേബിൾ വാങ്ങി, ജനൽ വാങ്ങി, മറ്റേത് വാങ്ങി, മറിച്ചത് വാങ്ങി, കൂളർ വാങ്ങി, ഒക്കെ സാധനങ്ങൾ വാങ്ങി. അപ്പൊ ഇതൊക്കെ നമുക്ക് നാട്ടിൽ കൊണ്ടുപോകണം. എന്നാലും ഞാൻ ഈ അമ്മു എനിക്ക് പെയിന്റ് അടിച്ചു തന്ന 2 കുപ്പികൾ ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. ഭാരം കൂടും, എന്നാലും വേണ്ടില്ല, ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. അമ്മൂനെ എവിടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അയ്യപ്പനും അല്ലൂരും കാട്ടിത്തരാൻ വേണ്ടിയിട്ടാണ്. അമ്മൂന്റെ അയ്യപ്പനും 2 മക്കളെന്ന് പറഞ്ഞിട്ട് ഇവര് വന്നപ്പോ മാറ്റി വെച്ചുള്ളത്. ഞങ്ങളുടെ തുന്തുമണിക്കും കുട്ടൂനും കുറച്ച് പാവകൾ ഇവിടെ ഉണ്ടായിരുന്നു. അതിനൊക്കെ കൊടുത്തിട്ട് ഇത് അയ്യപ്പൻ, അത് അല്ലു എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മൂന്റെ അമ്മ മാറ്റി വെച്ചുള്ളതാണ്. പൂമ്പ കൊണ്ടുപോകണ്ട, പൂമ്പ കൊണ്ടുപോകണില്ല, ഇത് ഇവിടെ ഉപേക്ഷിച്ച് പോവാണ്. ഞങ്ങൾ കൊണ്ടുപോട്ടത് ഇത് ഞങ്ങൾ അടിച്ചു മാറ്റാണ് ഗെയ്സ്. ഞങ്ങളുടെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട്. ഞങ്ങൾക്കൊരു ബോക്സ് നിറച്ച് ടോയ്സാണ്. എൻ്റെ ബർത്ത്ഡേക്കും ഒക്കെ കിട്ടിയ ടോയ്സുകൾ. ഒരു വലിയൊരു കാർബോർഡിന്റെ ബോക്സ് നിറച്ച് ടോയ്സാണ്. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടി ഇതും കൂടി കുത്തിക്കയറ്റ സ്ഥലം ഉണ്ടാവില്ല. അതാണ് വെറുതെ ഉപേക്ഷിച്ച് പോകാൻ തോന്നില്ല. പിള്ളേര് കളിക്കുന്ന സമയത്ത് കളിക്കണ്ടേ, വല്ലവരും ഇങ്ങനെ വെറുതെ വേസ്റ്റിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉപകാരമില്ലാണ്ട് പോവല്ലേ. ചിലപ്പോൾ ഞാൻ അത് അടിച്ചു മാറ്റി കൊണ്ടുപോകും. എന്തെങ്കിലും ഉണ്ട് ഇത് കുറേ വീട്ടിലും ഇരിക്കുന്നുണ്ട്. എന്നാലും ഇങ്ങനെയൊക്കെ കാണുമ്പോൾ കളയാൻ തോന്നില്ലേ. നമ്മുടെ ചെറുപ്പകാലത്തൊന്നും നമുക്ക് ഇതേപോലെ ഒന്നും കിട്ടാനുള്ള ഒരു സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മുടെ മക്കൾക്ക് ഇതേപോലെ എനിക്ക് എവിടെ നിന്ന് കിട്ടിയാലും ഗിഫ്റ്റ് കിട്ടുകയാണെങ്കിലും കൊടുക്കാൻ എനിക്ക് ഇഷ്ടം. ഇപ്പൊ തന്നെ വീഡിയോ ഒരുപാട് ഇതായിട്ടുണ്ട്. അപ്പൊ ശരി, എന്നാ ബൈ ബൈ. ബാക്കിയുള്ള വീഡിയോ ഒക്കെ ആയിട്ട് ഞങ്ങള് ഹോളിയുടെ സെലിബ്രേഷനും അല്ലുവിന്റെ ബർത്ത്ഡേ പ്രമാണിച്ചിട്ടുള്ള വരെ ചെലവും പിന്നെ ഇവര് പോണതിന്റെ ട്രീറ്റും ഞങ്ങൾ വിഷമിക്കാൻ നിൽക്കില്ല. ആദ്യം വിഷമം ഉണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങൾ നല്ല എൻജോയ്മെന്റ് ആണ്. DJ ഒക്കെ വെക്കാൻ പോവാ. ശരി എന്നാ ബൈ ബൈ.